വണക്കം 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 വേടാ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് അടങ്ങണ കാട്ടു തീയാത്ത അടങ്ങണോ വിഴുന്തി ഇടത്തേക്ക് ഒരു 100 വർഷത്തേക്ക് പുള്ളു പൂണ്ടു കൂടെ മുളക്കി കൂടാതെ. എന്തായിരിക്കും നാട്ടുകാരെല്ലാരും വേടന്റെ പാട്ട് കേൾക്കാൻ വരാൻ കാരണം? ചിലപ്പോ ഞാനൊരു മോശമില്ലാത്ത പാട്ടുകാരനായിരിക്കാം. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സ്കൂളിലെ പഠിക്കാൻ പറ്റില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോണു. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെ ഓടി. ഞാനൊരു ഏറമന്റെ ഒരു പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചാണ്. വേടൻ കോപ്പി അടിച്ച പാട്ട് ഉയരേ പാട്ടിൽ ഉയരേ. അതിനകത്ത് ഫീമെയിൽ വേർഷനിൽ ഇങ്ങനെ ഒരു നാൻ കരുംപാറൈ പല താണ്ടി വേറാക വന്നേൻ. ആ സാധനമാണ് ഞാൻ പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെ ഓടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മലയാളത്തിലേക്ക് മാറ്റി യൂണിവേഴ്സിറ്റിയില് സബ്ജക്റ്റ് ആയി. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ ഇപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ വെറുതെ പറയും, നോക്കിയുടെ ഭാവിയിൽ എന്നെ കുറിച്ച് ഇവിടെ പഠിക്കുമ്പോഴായിരുന്നു ഇത്ര വേഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേടന്റെ ഈ വരികൾ എവിടുന്നാ വരുന്നതെന്ന് ഞാൻ ചെറുതായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. വായനയിൽ നിന്നായിരിക്കണം വരികളൊക്കെ വരുന്നത്. ഭയങ്കര ബേസിക് ആയിട്ട് പറയണെങ്കിൽ നല്ല പാട്ടാണോ ആൾക്കാർ കേൾക്കും എന്നുള്ളതാണ്. കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? മുടിയൊക്കെ ഒരു സൈഡിലേക്ക് ചെയ്യിപ്പിച്ച് ഗണപതിയുടെ കൂടെ ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു സീനാണത്. മോഹൻലാവേ മോഹൻലാവേ എന്റെ നാളെയേ പ്രേമലീലയെ. മോണലാവ് പറഞ്ഞിട്ടൊരു അഗ്നിപർവ്വതം ഉണ്ട്. ഇതിപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന സാധനമാണെന്നൊക്കെ പുള്ളിക്കാരിയുടെ ഗേൾഫ്രണ്ടിന്റെ പുള്ളിക്കാരിയാണ്. എനിക്ക് പക്ഷെ ഇത് ആഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെയൊക്കെ പ്രേമ വന്നതിന് ശേഷം എഴുതിയതും കുറെയൊക്കെ മുന്നുണ്ടായിരുന്നത് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ആ പാട്ട് ഇങ്ങനെ എഴുതിയത്. വേടന്റെ ഗേൾഫ്രണ്ട്, വേടന്റെ മോണലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് തന്നെയാണ് വേടന്റെ ഗേൾഫ്രണ്ട്. വേടന്റെ ലവ് സ്റ്റോറി പറഞ്ഞുതരാം എനിക്ക്. ഒരു ദിവസം കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് തന്നെ. ഓക്കെ. കൊണ്ടല്ല പാട്ട്, കൊണ്ടല്ല പാട്ട് എനിക്കത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കടൽ മത്സ്യത്തൊഴിലാളികളുടെ നടക്കുന്ന സംഘർഷഭരിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു പാട്ടാണ്. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ. കേരളത്തിന്റെ ബോബ് മാർലി ആവാനാണോ മൈക്കിൾ ജാക്സൺ ആവാനാണോ വേടൻ? ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീ വാ. വണക്കം 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 വേടാ. വണക്കം വണക്കം ബ്രോ. എന്തായിരിക്കും നാട്ടുകാരെല്ലാരും വേടന്റെ പാട്ട് കേൾക്കാൻ വരാൻ കാരണം? തോന്നുന്നു ഇത് റാപ്പ് ഒരു പുതിയ തലമുറ സംഗീതമാണല്ലോ. പക്ഷെ അത് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് എത്തുന്നത്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റും പിന്നെ നമ്മൾ പാടുന്നതും പറയണതായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. പിന്നെ ചിലപ്പോൾ ഞാനൊരു മോശമില്ലാത്ത പാട്ടുകാരനായിരിക്കാം. അതായിരിക്കും. വേടന്റെ ഈ വരികൾ എവിടുന്നാ വരുന്നതെന്ന് എല്ലാരും ചോദിക്കുന്നത്. എവിടുന്ന് ഈ വരികൾ വരുന്നത്? ഞാൻ ചെറുതായിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. വായനയിൽ നിന്നായിരിക്കണം വരികളൊക്കെ വരുന്നത്. അത് എനിക്ക് മലയാളം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വായനയിൽ നിന്നായിരിക്കണം. ഇപ്പൊ എന്താ വായിച്ചോണ്ടിരിക്കണത്? സാറാ ജോസഫ് മാമിന്റെ ബുദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അതെനിക്ക് പുള്ളിക്കാരി എന്നെ ഈ അടുത്ത് കാണാൻ വന്നപ്പോ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. അപ്പൊ അത് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് വായിച്ചുകൊണ്ടിരിക്കണ. പിന്നെ ഈ തിരക്കാണ്. തിരക്കില്ലാത്ത ഒരു കോൺസെർട്ട് ഇല്ലാത്ത ഒരു ദിവസം വേടന്റെ പരിപാടികൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒരു ദിവസത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞില്ല, രാവിലെ എണീറ്റ് ഞാനൊരു 7 മണിക്കാണ് നമ്മുടെ എണീക്കണ ടൈം. ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യും കൂട്ടുകാരൊക്കെ കൂടെ. വർക്കൗട്ട് ഉണ്ട്. ഞാൻ ബോക്സ് ചെയ്യും. അപ്പോ അത് കഴിഞ്ഞ് എൻ്റെ വീട് ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി കുളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കുളത്തിൽ കുളി നമുക്ക് മസ്റ്റ് ആയിട്ടൊരു കാര്യമാണ്. ഡെയിലി. ഇതിപ്പോ മഴക്കാലമായ കാരണം കുളമൊക്കെ നല്ല നീല വെള്ളം നിറഞ്ഞു കിടക്കാണ്. അപ്പൊ കുളിക്കാൻ പോവും. ബുദ്ധനുണ്ട് എൻ്റെ നായക്കുട്ടി. അപ്പൊ ഞാൻ എൻ്റെ നായക്കുട്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും കൂടി കുളിക്കാൻ പോവുക, നല്ല ഭക്ഷണം കഴിക്കുക, സൺസെറ്റ് സൺറൈസും പിടിക്കണ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ സൺസെറ്റൊക്കെ മിക്ക ദിവസങ്ങളിലും പോയി കാണാറുണ്ട്. ഇപ്പൊ മഴക്കാലമായ കാരണം ഒരു രക്ഷയില്ല. ഇപ്പൊ ഒരു പാട്ട് എഴുതാൻ തീരുമാനിച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒരു സമയം ഫിക്സ് ചെയ്ത് എഴുതാനിരിക്കോ? അതെങ്ങനെയാണ്? അത് വരികൾ വരുമോ? വായിക്കുന്നതിന്റെ ഇടയിൽ വരി വരുമ്പം നോട്ട് ചെയ്ത് വെക്കോ? ആ പരിപാടി എങ്ങനെയാ? ചില സിനിമയുടെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലോ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഞാൻ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ എഴുതിയതാണ്. ശരിക്കും? അപ്പൊ അത് ചിദംബരം ചേട്ടനൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു വേഗം തന്നെ പണി തീർക്കണം. ഞാൻ ഭയങ്കര മടിയനായിട്ടുള്ള ആളാണെന്ന് ആൾക്കറിയാം. മ്യൂസിക് കേട്ടിട്ടാണോ എഴുതുന്നത്? ഓൾറെഡി ട്രാക്ക് ഉണ്ടാക്കിയാണ്. ഓൾറെഡി ട്രാക്ക് അത് ഞാനും സുഷിൻ ചേട്ടനും കൂടി ഇരുന്നിട്ട്, സുഷിൻ ചേട്ടൻ ഒരു സ്റ്റുഡിയോയിൽ മൂലയ്ക്ക് പോയി ഇരുന്നിട്ട് പുള്ളിക്കാരനൊരു ബേസ് എനിക്ക് ഉണ്ടാക്കി തന്നു. ആ ബേസിൽ എനിക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളാൻ പറഞ്ഞു. പിന്നെ ചിദംബരം ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നീ മറ്റേ കഠിന കടോരമി അങ്ങനത്തെ ഒരു സാധനം ഒന്നും എഴുതരുത്, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അധ്വാനിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു 3-4 മണിക്കൂറിനുള്ള എഴുതിയതാണ്. അതാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഞാൻ എഴുതിയാക്കുന്ന ഒരു സിനിമ പാട്ട്. പിന്നെയൊക്കെ ഡിപ്പെൻഡഡ് ആണ്. പിന്നെ കൊണ്ടൽ പാട്ടൊക്കെ ഞാൻ 1-1.5 ഒക്കെ എടുത്ത് എനിക്ക് സമയം തരുകയും ചെയ്തു അവര്. പിന്നെ ആ സമയത്ത് ഞാനൊരു റഷിലായിരുന്ന കാരണം
അതങ്ങനെ എഴുതിയത്. പിന്നെ നമ്മുടെ നരിവേട്ടയിലെ പാട്ടും ഒരു ബേസിക് ഒരു പകുതി വരെയൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഞാനും ജെയ്ക്സ് ഏട്ടനും കൂടി ഒരുമിച്ചിരുന്ന് ഓരോ കഥയൊക്കെ പറഞ്ഞിരുന്ന് എഴുതിയതാണ്. അങ്ങനെ എഴുതി. എന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളാണ്. ഞാൻ എന്റെ സോഷ്യൽ ക്രിമിനൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എന്റെ ഓർമ്മയിൽ ഒരു 3 മാസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ എഴുതിയത്. പല ദിവസങ്ങളിലായിട്ട് എഴുതി. ചിലപ്പോൾ എനിക്കൊരു ഹുക്ക് മാത്രമാവും ഒരു പാട്ടിന് കിട്ടായിരിക്കുക. ആ ഹുക്ക് മാത്രമായിട്ട് ഞാൻ എഴുതി വെക്കും. പിന്നെ അതൊന്നും നടക്കില്ല. പിന്നെ എപ്പോഴോ അതിന്റെ വേറെ ഐഡിയ വരും. ഞാൻ ടൈം എടുത്ത് എന്റെ ഓൺ സാധനമാണ് ഞാൻ ടൈം എടുത്ത് എഴുതുന്നതാണ്. ഇപ്പൊ എന്തിന്റെ എഴുത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓൺ സാധനമാണോ സിനിമ എഴുത്താണോ കൂടുതൽ ഇപ്പൊ എന്താ നടന്നിട്ടിരിക്കുന്നത്? സിനിമ പാട്ടുകളുണ്ട് എഴുതാനായിട്ട്. 2-3 പടം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. എനിക്കൊരു റെഗെ പോലെയുള്ള ഒരു സാധനം എഴുതണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് ഈ പോപ്പ് കൾച്ചറിനകത്തേക്ക് വരണമെന്ന്. പോപ്പ് ഇച്ചിരി കൂടി ജനകീയമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. പോപ്പ് പെട്ടെന്ന് ആൾക്കാർ അതിന്റെ താളം വേറെ ആയിരുന്നു, ആൾക്കാർക്ക് വേഗം മനസ്സിലാവാനൊക്കെ പറ്റും. അപ്പൊ പോപ്പ് അല്ലെങ്കിൽ റെഗെ പോലെയുള്ള ഒരു സാധനത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നൊക്കെ ഉണ്ട്. പണി നടക്കുന്നുണ്ട്. ഊരാളിയുടെ സ്റ്റൈൽ പോലെയാണ്. ഊരാളിയുടെ സ്റ്റൈൽ പോലെ. ഊരാളിയൊക്കെ നമ്മളെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നത്. കാരണം അതിനൊരു പക്കാ ഫോക്ക് ഒരു സാധനത്തിൽ നിന്ന് നമുക്കൊരു വേറൊരു സ്റ്റൈലാണ് അവരുടെ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ലൈവ് ഒക്കെ വെച്ചിട്ട് ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ ഒരു പണിയിലും കൂടിയാണ്. സൂപ്പർ. വേടൻ ഫുൾ ബ്ലാക്ക് ആണ് എപ്പോഴും ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണോ? ഫുൾ കറുത്ത കുപ്പായങ്ങളാണോ കൂടുതലുള്ളത്? ആണ് വീട്ടില്. ഇപ്പൊ എനിക്ക് അനിയൻ ഉണ്ട് വീട്ടില്, ചെറിയച്ഛൻ്റെ മകൻ. പിന്നെ എന്റെ സുഹൃത്തും ഉണ്ടാവും എപ്പോഴും. ഞങ്ങൾ 3 പേരും ഒരേ വസ്ത്രം തന്നെയാണ് ധരിക്കുക. അപ്പൊ അത് കറുപ്പ് മാത്രമാണ്. അപ്പൊ ഞാൻ ഇടാൻ തുടങ്ങിയതിന് ശേഷം അവര് അങ്ങോട്ടായതാണ്. അപ്പൊ 2 റാക്കാണ് നമ്മുടെ തുണി ഇടാനുള്ളത്. 2 റാക്ക് നിറച്ച് കറുപ്പ് ബ്ലാക്ക് തന്നെയാണ്. വേടനെ ആദ്യം നമ്മൾ സ്റ്റേജിൽ കണ്ട ഊരാളുടെ കൂടെ വൈറ്റ് ഷർട്ട് ഓപ്പൺ ആക്കിയിട്ടാണ് വേടൻ പാടിയത്. അതെനിക്ക് മാർട്ടിൻ ചേട്ടൻ, ഊരാളിയിലെ മാർട്ടിൻ ചേട്ടനാണ് എനിക്ക് ആ ഷർട്ട് വാങ്ങി തരുന്നത്. തിളക്കുള്ളതൊക്കെ എന്തെങ്കിലും പാടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വാങ്ങിയതാണ്. വൈറ്റ് ഷർട്ട്, ഒരു ബ്ലാക്ക് ടീഷർട്ടും അതിന്റെ മേലോട് വൈറ്റ് ഷർട്ട്. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായിരുന്നു എന്റെ ആദ്യത്തെ ഒരു വലിയ സ്റ്റേജ് പെർഫോമൻസ്. ഇന്നത്തെ വേടൻ എങ്ങനെയൊക്കെ മാറി? അന്ന് ഞങ്ങൾ സ്റ്റേജിൽ കണ്ട വേടനും ഇന്ന് കാണുന്ന സ്റ്റേജിൽ കാണുന്ന വേടനും തമ്മിൽ അങ്ങനെ മ്യൂസിക്കലി എങ്ങനെ മാറി? മ്യൂസിക്കലി ഒരുപാട് മാറ്റം. കാരണം ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് പരിചയപ്പെടലൊക്കെ ഉള്ള കാരണം ചെറിയ ഐഡിയകളൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ വന്നു തുടങ്ങി. മറ്റേത് നമുക്കൊന്നും അറിയില്ലല്ലോ. മറ്റേത് നമുക്കറിയാം എന്തൊക്കെയോ സാധനം ഇട്ടിട്ട് ഒരു സാധനം ചെയ്തല്ലേ. ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതോ ഇല്ല, സ്കൂളിലെ മര്യാദ പഠിക്കാൻ പറ്റില്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോണു. പാട്ട് പഠിച്ചിട്ടില്ല. പാട്ടുണ്ട് വായയിലോ തൊണ്ടയിലോ ഓൾറെഡി ചെറിയ ഈണൊക്കെ ഉണ്ട്. അപ്പനൊക്കെ പാടും. അപ്പൊ അങ്ങനെ. പിന്നെ നാടൻ പാട്ടുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ ടൈമിലൊക്കെ നാടൻ പാട്ടുകളൊക്കെ പാടാൻ പോകും. അങ്ങനെയാണ് പാട്ടിനോടുള്ളൊരു കമ്പമൊക്കെ വരുന്നത് നമുക്ക്. അപ്പൊ അച്ഛനിൽ നിന്നാണോ കൂടുതൽ പാട്ട് കിട്ടിയത്? എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ വോയിസ് ആണ് എനിക്ക് കിട്ടിയാക്കണത്. പുള്ളിക്കാരൻ നല്ലോണം പാടും. അനിയത്തി നല്ലോണം പാടും. അനിയത്തി വരുമോ? പുതിയ ട്രാക്ക് വരുമോ? പറയാൻ പറ്റില്ല. അവളിപ്പോ മത്സരിക്കാൻ വേണ്ടി വന്നാണ്. നമ്മൾ കേട്ടേക്കുന്നത് ഇന്ന് തൊട്ട് ഓണം വരെ വേടന്റെ ഡേറ്റ് കിട്ടാനില്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ? തിരക്ക് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് വേടൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ ഒരു ട്രീറ്റ്മെന്റിലും കൂടിയാണ്. അപ്പൊ അത് കാരണമാണ് ഞാൻ 2 മാസത്തേക്ക് ഷോ എടുക്കാതൊക്കെ ഇരിക്കണത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഷോസ് വരുന്നത് ഭയങ്കര റഷായിട്ട് വരില്ലേ. നമ്മളെല്ലാവർക്കും സാധ്യത കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഷോസ് എടുത്തെടുത്ത് പോകണം. അപ്പൊ അത് കാരണമാണ് ടൈം ഇല്ലാത്തത്. പക്ഷെ എല്ലാവർക്കും ഷോ കൊടുത്ത് എല്ലാവർക്കും തരും ഷോ. വേടന്റെ ഒരു ഷോയ്ക്ക് ഒരു നാട്ടിൽ വരണമെങ്കിൽ എന്താ വേണ്ടത്? നാട്ടിൽ വരണമെങ്കില ഞാൻ അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ, ഡേറ്റ് ഉണ്ടായാൽ മതി. ഡേറ്റ് ഉണ്ടായാൽ മതി. ഡേറ്റ് ഉണ്ടെങ്കിൽ എവിടെയും വന്ന് ഷോ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കോൺസെർട്ട് എടുക്കുകയാണെങ്കിൽ വേടന്റെ പാട്ട് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കാൻ ഫാമിലി അടക്കം വരുന്നത്, നിൽക്കാൻ സ്ഥലമില്ല ആൾക്കാർക്ക്. അപ്പൊ ഇത് ആസ് എൻ ആർട്ടിസ്റ്റ് ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഏരിയ ഇങ്ങനെയാണ്. ഞാനത് ഈ അടുത്ത ഒരു 3 മാസമൊക്കെ 4 മാസം കൊണ്ടൊക്കെ ഉണ്ടാക്കി വന്നാക്കണത്. കൂടുതൽ ഷോകളിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുമ്പോഴേക്കും ജനങ്ങളോ കൂടുതൽ ഷോ വരുമ്പോൾ കൂടുതൽ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സെക്യൂരിറ്റി പ്രോബ്ലംസ് മാത്രമാണ്. അടി ഉണ്ടാവുമല്ലോ പിള്ളേർ കൂടണല്ലേ, അടി എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ ബാരിക്കേഡുകൾ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷിതത്വം അത്രയൊന്നും ഉണ്ടായിരിക്കണം, 100% ഉണ്ടായിരിക്കണം. വാശി പിടിക്കാൻ പറ്റില്ല. ബാരിക്കേഡുകൾ തകർക്കലും അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമാണ് ഇത്രയധികം ആൾക്കാർ കാണാൻ വരുന്നത്. ഒരു കൾച്ചറിന്റെ വളർച്ചയും കൂടിയാണല്ലോ സത്യം. ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് പുതിയൊരു മ്യൂസിക് ആണല്ലോ. അത് ജനകീയമാക്കാൻ
ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സാധനം മാത്രമാണ്. അത് ഹാപ്പിയാണ് ഞാൻ അതിൽ. ഇപ്പോൾ വേടനെ പോലെ വരികൾ എഴുതാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരോട് വേടൻ എന്താ പറയാനുള്ളത്? അയ്യോ, വായിക്കാൻ തന്നെ പറയുള്ളൂ. വായിക്കണം. നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണതും ഒക്കെ നിൽക്കട്ടെ, നിങ്ങളുടെ ഭാവിനെ ജോലിയൊക്കെ കിട്ടി നിങ്ങൾ നന്നായി വരട്ടെ, അതൊക്കെ വേറെ ഇരിക്കട്ടെ. വായിക്കുക നല്ലോണം. കയ്യിൽ കിട്ടുന്ന കുഞ്ഞു പുസ്തകങ്ങളൊക്കെ വായിക്കുക, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കാണുക, അതൊക്കെ തന്നെ. കവിതകളൊക്കെ കുറേ കേൾക്കുക. ഈ മലയാളം കവിതകളൊക്കെ, പഴയ ഗസൽസ്, അതൊക്കെ നമ്മളതിനെ വാക്കുകളെ ചിട്ടപ്പെടുത്തി എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അത് തന്നെ, വായിക്കുക നല്ലോണം. പിന്നെ ഇപ്പോഴും നല്ല എഴുത്തുകാർ, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഗബ്രിയൊക്കെ ഇപ്പോഴത്തെ ഹിപ്പ് ഹോപ്പ് സീനിൽ ഏറ്റവും ബെസ്റ്റ് ലിറിസിസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിസിസ്റ്റ് ഗബ്രിയും ഫെജോനൊക്കെയാണ്. ഫെജോ ഒരു സമയം ഉണ്ടായിരുന്നേ, ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റും, കാരണം എൻ്റെ നല്ലൊരു സുഹൃത്താണ് ഫെജോ. നട്ടപ്പാരയ്ക്കൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് മറന്നു പോയിട്ട് പുള്ളിക്കാരനെ ഫോണൊക്കെ വിളിച്ച് ചോദിക്കും, മോനെ ഈ പാട്ട് ഏതാണെന്ന് പറഞ്ഞു തരുമോ, ലൈൻസ് ആ പാട്ട് ഏതാന്ന് പറഞ്ഞുതരാൻ വേണ്ടിട്ട്, അത് കേൾക്കാൻ. ഞാൻ പാടില്ല. ഫെജോനെയും ഗബ്രീനെയും ഞാൻ സ്റ്റഡി മെറ്റീരിയലായിട്ട് പിള്ളേരെ കാണിപ്പിച്ചു കൊടുക്കുന്നു. എഴുത്താണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഹിപ്പ് ഹോപ്പില് ഇപ്പൊ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ പറ്റുന്ന രണ്ടാൾക്കാർ ഫെജോയും ഗബ്രിയും മാത്രമാണ്. അതും ഫെജോന്റെ ഒരു വളർച്ചയുണ്ട്. ഒരു സമയത്ത് നിന്ന് അവൻ ലിറിക്കലി ഫെജോ ഇപ്പോൾ ഉയരത്തിൽ നിൽക്കുന്ന ഭയങ്കര ലിറിസിസ്റ്റാ. അപ്പൊ അവർ രണ്ടുപേരെയും മാതൃകയാക്കുക, ലിറിസിസം പ്രോപ്പറായിട്ട് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. അത് എന്റെ സ്റ്റഡി മെറ്റീരിയലാണ്. രണ്ടുപേരും ഞാൻ പിള്ളേരുടെ അടുത്ത് പറയും, ഫെജോനും ഗബ്രീനെയും അവരുടെ ലിറിക്സും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുക. അതേ ആ ഒരു സ്റ്റൈലും ഭയങ്കര രസമാണ്. ഗബ്രീനെ പറ്റി പറഞ്ഞേക്കുന്നത് ഞാൻ കാട്ടിന്ന് തേടി പിടിച്ചുകൊണ്ടെന്ന കരിമ്പുലി എന്നാണ്. എവിടുന്നാ തേടി പിടിച്ചോണ്ടെന്ന്? അത് ആക്ച്വലി ഗബ്രി ഇങ്ങനെ റാൻഡംലി, എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് ഒരു സൈഫറോ ഒരു ഷോ കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് മ്യൂസിക് ആണ് അധികം ഉപയോഗിക്കാൻ എൻ്റെ ഫോണിൽ, സ്പോട്ടിഫൈ എന്നുള്ള. അപ്പോൾ ഒരു ദിവസം യൂട്യൂബ് മ്യൂസിക്കിൽ ഇങ്ങനെ റാൻഡംലി വന്നൊരു പാട്ടാണ് സൂസൈഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അപ്പോൾ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട്, ഞാൻ അന്നാണ് ആ പാട്ട് ആദ്യമായിട്ട് കേൾക്കണേ. ഞാൻ എൻ്റെ മാനേജറുണ്ട് വിഘ്നേഷിനോട് പറഞ്ഞു, ഈ ആർട്ടിസ്റ്റ് ഒന്ന് കാണണല്ലോ ഇവനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഇവൻ ആരാണെന്ന് ഗബ്രീനെ തേടി പിടിക്കണത് നമ്മൾ. അപ്പോൾ ഞാനിങ്ങനെ പിള്ളേരുടെ അടുത്ത് സംസാരിക്കും, ഇത്രയും നല്ലൊരു പാട്ട് ആൾക്കാർ കേൾക്കാണ്ടിരിക്കണത് ഭയങ്കര മോശമാണ്, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് നമുക്ക് കറുപ്പ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മുടെ ഐഡിയയിലേക്ക് വരുന്നത്. ലേബൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകൾ ഇപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് വരാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആണ്. ഐഡിയ ആണ് കറുപ്പ് റെക്കോർഡ്സ്. അങ്ങനെ നമ്മൾ ഗബ്രീനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെയാണ് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള വേറെ ട്രാക്കുകളൊക്കെ നമ്മൾ കേൾക്കണം. ഭയങ്കര പെയിനുള്ള ഒരു ആർട്ടിസ്റ്റാണ് അവൻ. പിന്നെ പെൻ ഗെയിമൊക്കെ ഭയങ്കര ഭീകരമാണ് ഗബ്രിയുടെ. പിന്നെ ഇപ്പോൾ അതേ ഇൻഡിപെൻഡന്റ്, ഇപ്പോൾ കറുപ്പ് റെക്കോർഡ്സ് ആയിട്ടുള്ള 4 ട്രാക്കുകൾ കഴിഞ്ഞു. ഇപ്പോൾ പ്യൂർലി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റാണ്. നാരങ്ങപ്പാലൊക്കെ ഹിറ്റല്ലേ, നാരങ്ങ നമ്മൾ പാടി കിടക്കുന്ന പാട്ടാണ്. അതാണ് ഒരു റാപ്പർ അവൻ ആഗ്രഹിക്കുന്ന ഒരാള്. ഇപ്പം ഗബ്രി സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. ലിൽപ്പയ്യനെ ഞാൻ പറയുന്നത്. ലിൽപ്പയ്യൻ ഭയങ്കരനാണ് കാണാനും. ലിൽപ്പയ്യൻ ആധുനിക ജനതയുടെ കലാഭവൻ മണിയാണ്. ലിൽപ്പയ്യന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ലിൽപ്പയ്യന്റെ ഈ അടുത്തൊരു പാട്ടാണ്, ഈ അപ്പന്റെ പൊന്നും കട്ടേ. ഈ പാട്ടൊക്കെ കേട്ടിട്ട് കറക്റ്റ് ഈ മണിച്ചേട്ടന്റെ ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമ്മളെ സങ്കടത്തിലാക്കി കളയും. അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റാണ് ലിൽപ്പയ്യൻ. പക്ഷെ ഭയങ്കര സ്റ്റൈലനായിട്ട് അവൻ എപ്പോഴും നടക്കും, ഒരു സുന്ദരമോൻ. റാപ്പ് ഒരു കാലത്ത് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു ഹിപ്പ് ഹോപ്പ് മ്യൂസിക്. അതിപ്പം അണ്ടർഗ്രൗണ്ട് അല്ല, ഫാമിലിയിലെത്തി. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് സൗത്ത് സൈഡ് വളർത്തിക്കൊണ്ടുവന്ന് വേടൻ, ഫെജോ, ബേബി ജീൻ, ഡാബ്സി നിങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ റാപ്പർ ആവാൻ കുറച്ചും കൂടി എളുപ്പമാണോ? ഇപ്പോൾ റാപ്പർ ആവാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? പെർഫോം ചെയ്യാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണോ ചെയ്യേണ്ടത്? ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഇപ്പോൾ വലിയ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡന്റ്ലി മ്യൂസിക് ചെയ്യുന്ന, അതിപ്പോൾ റാപ്പർ ആയാലും ഹിപ്പ് ഹോപ്പ് ആയാലും ഈ പറയുന്ന ലൈക്ക് വേറെ എനി കൈൻഡ് ഓഫ് മ്യൂസിക് ഇൻഡിപെൻഡന്റിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ സാധ്യതയുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്ന് പിന്നെ കൾച്ചർ നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ വളർത്തിയതാണ്. ഇനിയുള്ള വരുന്ന പിള്ളേർക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുമായിരിക്കും എന്നാ. പക്ഷെ ഒരു കാര്യം എന്താ, ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഈ മെയിൻ സ്ട്രീം പെനട്രേറ്റ് ചെയ്യല് പണിയാണ്. അതാണ് ഒരു പണിയുള്ളത്. അതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിന്റെ പൾസ് മനസ്സിലാക്കി അങ്ങനെ പാട്ട് ഭയങ്കര ബേസിക്കായിട്ട് പറയണെങ്കിൽ നല്ല പാട്ടാണോ ആൾക്കാർ കേൾക്കും എന്നുള്ളതാണ്. വേടൻ ആദ്യം സ്റ്റേജിൽ പാടിയ പാട്ട് ഏതായിരിക്കും? നാട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും? മണിച്ചേട്ടന്റെ പാട്ടാണോ? മണിച്ചേട്ടന്റെ പാട്ടായിരിക്കില്ല, പഴയ ഏതെങ്കിലും നാടൻ പാട്ടുകളായിരിക്കും. സ്കൂൾ ടൈമിൽ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആദ്യം കേട്ട റാപ്പ് സോങ് ഏതായിരിക്കും? അല്ലെങ്കിൽ ആദ്യം കേട്ട റാപ്പ് ആർട്ടിസ്റ്റ് ആരായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മിക്കവാറും എമിനം ഒക്കെ ആയിരിക്കും എല്ലാവരും. ആണ് എനിക്കും. കാരണം
ആ സമയത്ത് വേറെ ആരും നമ്മുടെ ഇവിടേക്ക് ഇന്ത്യൻ ജനതയുടെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും വലിയ ആർട്ടിസ്റ്റ് വേറെ ആരും ഉണ്ടായിരുന്നില്ല. എമ്മൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ സൗത്ത് സൈഡിൽ എനിക്ക് യോഗി ബി, എനിക്ക് യോഗി ബിയുടെ ഒക്കെ പാട്ടുകൾ, ഞാൻ കൊച്ചുമോനായിരുന്നു ആ സമയത്ത്. ഞാൻ മലയാളത്തിൽ ഇത് എഴുതിയിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് വെറുതെ പട്ടിഷോ മനസ്സിലായോ. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഞാൻ റാപ്പ്, പിന്നെ പേട്ട റാപ്പൊക്കെ ഇറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് യോഗി ബിയുടെ ഒക്കെ വളർച്ച. പിന്നെ എം തന്നെ മെയിൻ ആയിട്ട് ഞാനൊക്കെ കേട്ടിരുന്ന, എമിനം തന്നെ മെയിൻ ആയിട്ട് കേട്ടിരുന്ന. വേടന്റെ ഒരു പാട്ടില് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടന്ന് പാടുന്നുണ്ട്. അത് 50 സെന്റിന്റെ ആയിട്ടുള്ള വിഷ്വലല്ലേ? അത്ര ശരി. അത് 50 സെന്റ്, ഇത് 50 സെന്റ് 144. അത്ര ശരിയായില്ലേ, കുഴപ്പമില്ല, അടുത്തേക്ക് പിടിക്കാം. അതെ. ഇപ്പം ലൈഫ് എങ്ങനെയൊക്കെ മാറി വേട? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയും? വേടനായി മാറിയതിനു ശേഷം, കേരളത്തിന്റെ വേടനായി മാറിയതിനു ശേഷം സ്വാതന്ത്ര്യം ഇല്ലാതായി പോയതായിട്ടൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ പാർട്ട് ഓഫ് ദ ജോബായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ചില നേരത്തെ ആ സാധനത്തിൽ നിന്ന് അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് പുറത്തു വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. നാട്ടിലാവുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. വീട്ടിലാകുമ്പോൾ എന്നെ ചെറുപ്പം തൊട്ടൊക്കെ അറിയുന്ന ആൾക്കാരുള്ള കാരണം അവർ ആ സാധനം കാണിക്കൂല. പുറത്തിറങ്ങുമ്പോൾ ഇച്ചിരി പ്രശ്നമാണ്. പക്ഷെ ആസ്വദിക്കുന്നുണ്ട് അതൊരു പരിധി വരെ. നല്ലത് തന്നെയാണ്. ഇത് പിന്നെ ഇതിന്റെ ഭാഗമാണല്ലോ. നമുക്ക് 30 വയസ്സായിട്ടുള്ളൂ, ഇപ്പോഴും പയ്യൻ തന്നെയാണ്. അപ്പൊ അതിന്റെ 30 വയസ്സിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ എനിക്ക്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. 30 വയസ്സായി എനിക്ക്. നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതുകൊണ്ടാണ് വേടനെ. അതെ, ഒരു 5 വർഷമായിട്ടുണ്ടാവും എന്നെ കാണാൻ തുടങ്ങിയിട്ട്. 25 വയസ്സ് തൊട്ട് ഞാൻ ഉണ്ട് ഇതിനകത്ത്. തമിഴിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ലിറിക്സ്. ലൈക്ക് തമിഴ് ഇൻസ്പയർ ആയിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ എന്റെ എല്ലാ എഴുത്തുകളിലും തമിഴ് വാക്കുകൾ ഉപയോഗിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. അത് മലയാളികൾക്കും മനസ്സിലാവും, കാരണം അത് ഒരു സമയത്ത് മലയാളമായിരുന്ന വാക്കുകൾ തന്നെയാണല്ലോ. അപ്പൊ ഞാനിപ്പോ അതിനെ ഭയങ്കര ബേസിക് ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നരിവേട്ട ഒരു പാട്ടിനകത്ത് ഞാൻ ഇങ്ങനെ മനിതൻ എന്നൊക്കെയാണ് ഉപയോഗിച്ചേക്കണ ചില വരികൾ. അത് മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ മനിതന് അതിനൊരു താളാത്മകമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാരണമാണ് ഞാൻ തമിഴ് വാക്കുകൾ പരമാവധി അഡോപ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ വാക്കുകൾ എടുക്കുക എന്നുള്ളതാണ്, അല്ല എഴുതുന്ന മലയാളത്തിൽ തന്നെയാണ്. ആണ്. ഇപ്പൊ വാ പാട്ടിനകത്തൊക്കെ ഞാൻ അത് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. 6ലും മരിപ്പതുണ്ട്, 100ലും മരിപ്പതുണ്ട്, അതൊക്കെ അത് തമിഴിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആണ്. തമിഴ് ഭയങ്കര താളാത്മകമായിട്ടുള്ളൊരു ഭാഷയായ കാരണം അത് മലയാളമായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ്. അപ്പൊ അത് കാരണം മലയാളികൾക്കും തമിഴന്മാർക്കും അത് വേഗം മനസ്സിലാവും. അങ്ങനെ ഒരു ഉപകാരമുള്ള കാരണം ജീവിച്ചു പോകണം. തമിഴ് കണക്ഷൻ എനിക്കറിയാം. അമ്മ തമിഴാണ്, പുള്ളിക്കാരി തമിഴാണ് സംസാരിക്കുക വീട്ടില്. സൗത്ത് ഇന്ത്യൻ, സൗത്ത് തമിഴ്നാട് തമിഴാണ്. എന്താണ് പറയുക, തിരുനെൽവേലി, രാംനാട് പോലെയുള്ള അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് തമിഴാണ് പുള്ളിക്കാരി സംസാരിക്കുക. പിന്നെ വീട്ടിലെപ്പോഴും KTV തന്നെയുള്ളൂ. KTV, സൺ TV, അതേമാതിരി ഒരു മ്യൂസിക് ചാനൽ ഉണ്ടായിരുന്നല്ലോ, എന്തോ ഒരു പേര്, ഇസൈ, അങ്ങനെ എന്തോ ഒരു സാധനം, തമിഴ് പാട്ടുകള്. പിന്നെ അപ്പൻ ഭയങ്കര തമിഴ് പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ഇളയരാജയുടെ ഭയങ്കര ആരാധകരാണ് പുള്ളിക്കാരൻ. അതാണ് തമിഴ്. പിന്നെ എനിക്ക് മോശമില്ലാത്ത ഫ്ലുവൻസ് ആയിട്ട് തമിഴ് സംസാരിക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടനെ ആദ്യം എല്ലാവരും കേരളം കണ്ടതും ഇങ്ങനൊരു പാട്ടുകാരൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു റാപ്പർ ഇറങ്ങിയിട്ടുണ്ട് പുള്ളിയാണെന്ന് പറഞ്ഞു തുടങ്ങിയതും വോയിസ്ലെസ്സിലാണ്, ആ ആൽബത്തിലാണ്. അത് 10,000 രൂപയ്ക്കാണ് ആൽബം ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് ശരിയാണോ? 10,000 രൂപയിലെ 2,000 രൂപ ഞങ്ങള് തിന്നും കുടിച്ച് കഴിച്ച് പുട്ടടിച്ച് ബാക്കി 8,000 രൂപയ്ക്ക് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇറക്കിയത്. അത് ഫ്രണ്ട്സ് ആണോ അത് ശരിക്കും, നാട്ടുകാരല്ല? ഹൃതിക് ശശികുമാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്താണ്. അതിന്റെ വീഡിയോയും എഡിറ്റും അവൻ തന്നെ ചെയ്ത. അങ്ങനെ ഇന്നത് ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, എല്ലാവരും കൂടി അങ്ങോട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഹൃതിക്കാണ് അത് എഡിറ്റും വീഡിയോ എടുത്താക്കണത്. വിജി ഇപ്പൊ എന്റെ സുഹൃത്ത് കൂടെ വന്നിട്ടുണ്ട്, അവൻ. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മള് ഗ്യാങ് ആയിട്ട് അന്ന് ചെയ്ത്. അന്ന് റാപ്പ് മ്യൂസിക് ആൽബം ഇറക്കാന്നുള്ള ആഗ്രഹമായിരുന്നു അന്നത്തെ. ഇത് ആദ്യം ഇങ്ങനെ ഒരു പാട്ടുണ്ട്, പാട്ട് എങ്ങനെയാലും റിലീസ് ചെയ്യണം എന്നുള്ള സാധനം പറഞ്ഞപ്പോ പിള്ളേരുടെ ഐഡിയ ആണ്, പിന്നെ വീഡിയോ ആയിട്ട് റിലീസ് ചെയ്യാം. അപ്പൊ ഞങ്ങളിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കൂടിയിട്ട് നമ്മുടെ റെയിൽവേ കോളനിക്കകത്താണ് അത് ഷൂട്ട് ചെയ്താക്കണം. പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്തു. പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്തു. അത് കെവിൻ സോണി എന്ന് പറഞ്ഞൊരു മോനുണ്ട് നമ്മുടെ. അന്ന് അവൻ കൊച്ചുമോനാ, അന്ന് അവൻ +1 അങ്ങനെ പഠിക്കണേ. അപ്പൊ അവനാണ് അവിടെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ, ഞങ്ങളുടെ പഞ്ചായത്തിലെ ആകെയുള്ള ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ. അവനെ വീട്ടിൽ പോയി കണ്ട്, എന്നിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ പാട്ട് പാടിക്കൊടുത്ത്
പ്രൊഡ്യൂസ് ചെയ്ത് അത് അങ്ങനെ അവൻ പ്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് ചെയ്തത്. ആദ്യം വരികളുണ്ടായിരുന്നു, ആദ്യം വരികളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ ബീറ്റുകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് പിന്നെ അങ്ങനെയാണ് പിന്നെ ചെയ്തേക്കണത്. പിന്നെ അങ്ങനെ ഒരു പാട്ട് ചെയ്തേക്കണത് ഭൂമി ഞാൻ വാഴുന്നിടം ഓൾറെഡി ലിറിക്സ് ആയിട്ടുണ്ടായിരുന്നു. അത് തഡ്വൈസർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ട്. തഡ്വൈസർ ഒരു ദിവസം ഒരു 5-6 ബീറ്റ്സും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അതിലൊരു ബീറ്റ് നല്ലത് തിരഞ്ഞെടുത്തിട്ട് അതായിട്ട് സിങ്ക് ചെയ്തിട്ടാണ് ആ പാട്ട് എഴുതിയത്. കേരളത്തിന്റെ ബോബ് മാർലി ആവാനാണോ മൈക്കിൾ ജാക്സൺ ആവാനാണോ? വേടൻ. മൈക്കിൾ ജാക്സണും ബോബ് മാർലിയൊക്കെ പോലെ ലൈക്ക് മൺമറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ 50 വർഷത്തേക്കെങ്കിലും നിലനിൽക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്ര ആഗ്രഹമുള്ളൂ. പിന്നെ നമുക്ക് വേറെ കുറച്ച് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളതാണ്. വേടൻ്റെ പാട്ട് പാടുക മാത്രമല്ല, പഠിക്കുകയും ചെയ്യും. യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്റ്റായി അത് വേടനും മൈക്കിൾ ജാക്സനും. അങ്ങനെ മ്യൂസിക് സ്റ്റഡീസ് ആണോ? മ്യൂസിക് സ്റ്റഡീസ്. അതിനെ കുറിച്ച് അറിഞ്ഞോ എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കണേ? ഇല്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ ഞാനിങ്ങനെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ വെറുതെ പറയും, നോക്കിയോടെ ഭാവിയിൽ എന്നെ കുറിച്ച് ഇവിടെ പഠിക്കുമ്പോഴായിരുന്നൊക്കെ ഇത്ര വേഗം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര സന്തോഷമായി എനിക്ക് അത് കേട്ടപ്പോ. ഞാനത് ആരുടെ അടുത്തും പറയും പോസ്റ്റ് ഇടുക സ്റ്റോറി ഇടുക അതിനൊന്നുമില്ല. എനിക്ക് കാലത്ത് തന്നെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു മാഷാണ് അയച്ചു തരുന്നത്. കൺഗ്രാജുലേഷൻസ് മോനെ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. സ്കൂളിലെ മാഷ് നാട്ടിലെ അവിടെയുള്ള ഒരു പ്രൊഫസർ, കോഴിക്കോട് പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, പുള്ളിക്കാരൻ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരനാണ് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇത് കണ്ടു നോക്കുക പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദിയുണ്ട് മാഷേ എന്ന് പറഞ്ഞു. അത്ര തന്നെ. എന്നാലും നമ്മളെ പറ്റി എന്താണ് കുട്ടികൾ പഠിക്കാൻ പോണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ. കമ്പാരിഷൻ സ്റ്റഡി ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അതൊക്കെ എടുത്ത് നോക്കി നോക്കണം അതെന്താണ്. അതെ, കമ്മട്ടിപ്പാടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? അതിന്റെ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പൊ റൗണ്ട് ചെയ്തിട്ട് വേടം നടന്നു വരുന്നത്. അപ്പൊ അഭിനയാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് കമ്മട്ടിപ്പാടത്തില് അസോസിയേറ്റും അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, കുറെ ആൾക്കാരെ. അപ്പൊ അങ്ങനെ ആ സെറ്റിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. പടം പഠിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ രാജീവേട്ടന് ഒരു ദിവസം ഇത് ഒരു ചെമ്മീൻകെട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത്. രാജീവേട്ടൻ പറഞ്ഞു, ആ ചെക്കനാണ് ഇരിക്കണില്ല, അവനെ വിളിച്ചിട്ട് അങ്ങോട്ട് ആ കാര്യം അങ്ങോട്ട് ചെയ്ത് തീരുമാനമാക്കുന്നത്. അപ്പോൾ അജിത്തേട്ടനുണ്ട്, അജിത് കുമാർ എഡിറ്റർ. അപ്പോൾ പുള്ളിക്കാരനൊക്കെ വന്നാൽ പിന്നെ അവനെയൊക്കെ എന്നിട്ട് എന്നെ പിടിച്ച് മുടിയൊക്കെ ഒരു സൈഡിലേക്ക് ചെയ്യിപ്പിച്ച് ഗണപതിയുടെ കൂടെ ഞാനിങ്ങനെ നടന്നു വരുന്ന ഒരു സീനാണത്. ഇവർക്ക് വിനായകൻ ചേട്ടനും ദുൽഖർ സൽമാനും ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരുന്നത്. നമുക്ക് ആ ക്യാരക്ടറിന് പേരൊക്കെ ഉണ്ട്, ഷിബു. എനിക്ക് ഡയലോഗ് ഉണ്ട്. അതാണ് എന്റെ ഡയലോഗ്. പിന്നെ അഭിനയിക്കാൻ തോന്നിയില്ലേ? പിന്നെ ഇല്ല, പിന്നെ ഇനി സമയമുണ്ടല്ലോ. വരുന്നുണ്ടോ അഭിനയ ഓഫറുകൾ വരുന്നുണ്ടോ? ക്യാരക്ടേഴ്സ് വരുന്നുണ്ടോ? ഓഫറുകൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ അത് ശ്രദ്ധിച്ച്, എനിക്കറിയില്ല എനിക്ക് എത്രത്തോളം അത് കൈവശമുള്ള ഒരു സാധനമാണെന്ന്. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. ബേബിയൊക്കെ അഭിനയിച്ച് ബേബി സൂപ്പർ സ്റ്റാറായി ക്യാരക്ടറായി ആണ്. ഞാൻ കണ്ടിരുന്നു പടം. ഞാൻ ഈ അടുത്താണ് കണ്ടത് പടം. വേടന്റെ ചില ആൽബം അല്ലെങ്കിൽ പാട്ടുകളുടെ പേര് ഞാൻ പറയും. ഇതിൽ വേടന് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ഒന്നില്ല ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെ പാടിത്തരണം. ഓക്കെ, മഞ്ഞുമൽ ബോയ്സിൽ തന്നെ തുടങ്ങാം. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ടാമൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഏരിയയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലാവിത എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ട്, കൊച്ചിക്കായലിൽ. അപ്പൊ ഞാനെന്തോ കൊച്ചിക്കായൽ തള്ളിയെന്നൊക്കെ പറഞ്ഞു. ലാവിത ഉണ്ടല്ലോ, അത് മാസപ്പയിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകളെ പിക്ക് ചെയ്യാൻ വരുമ്പോ കശ്മീർ കശ്മീർ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് കൂടെ ഒരു കൊളാബാണ് ആ ട്രാക്ക്. ഞാനും ഡാപ്സിയും കൂടി ചെയ്തേക്കണത്. അപ്പോൾ ഡാപ്സിനെ ഒരു ദിവസം കാണാനിടയപ്പോൾ ഡാപ്സി ഇങ്ങനെ പറഞ്ഞു, അന്ന് റൺബീർ മാസപ്പൽ ഇന്ത്യയുടെ ANR ഉണ്ട് കൂടെ. അപ്പോൾ റൺബീറും ഡാപ്സിയും കൂടി ഉള്ളപ്പോഴാണ് ഞാൻ കാണാൻ പോയത്. അപ്പോൾ ഡാപ്സിയാണ് ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്, കശ്മീരായിട്ട് നമുക്ക് കൊളാബ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഡാപ്സി തന്നൊരു ഓഫറാണ് ആ ട്രാക്ക്. അപ്പോൾ എന്തിനെ കുറിച്ച് എഴുതേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഈവൻ റൺബീർ ANR ഉണ്ട് ഇവരുടെ. അവൻ പറഞ്ഞു, ഒരു 2 ഗാങ്സ്റ്റേഴ്സ് ഒരുപാട് കാലങ്ങൾക്ക് കഴിഞ്ഞ് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു
സന്തോഷമാണ്. അവര് തമ്മിലുള്ള അവരുടെ കഥകൾ പറയലൊക്കെയാണ്. അതാണ് തീമല്ലേ? എന്തൊക്കെയൊക്കെ എഴുതിക്കോളാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ പാട്ട് ഞാൻ എഴുതുന്നത്. കൊച്ചി കായൽ ചേറ്റിൽ നിന്നെ തപ്പിയ പോലും കിട്ടൂല, കൊച്ചി കായലെ ചേറ്റിൽ നിന്നെ തപ്പിയ പോലും കിട്ടൂല, മഷിയിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല, മുതല നിന്നണ കുള്ളത്തിൽ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല, ആ മച്ചാനെ മറക്കല്ലേ, മനുഷ്യൻ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, ഞാൻ കരുണാമയനല്ലേ. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പോർഷൻ. അപ്പൊ ഇത് കയറി എല്ലാരും ശ്രദ്ധിക്കുകയും ചെയ്തു. ഏത് കിറുക്കന്മാര് കിട്ടൂല കൊച്ചിക്കായലിലേറ്റിയ. അത് ചില സമയം പോലീസുകാർ ഫ്ലോറിലുള്ളപ്പോ ഇത് പാടേണ്ടവര്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോമഡി. വാടാ വേടാ നരിവേട്ട. ഭയങ്കര മാനസിക സംഘർഷത്തിലുള്ളപ്പോഴാണ് ആ പാട്ട് ഞാൻ എഴുതണത്. ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പാട്ട, ചേട്ടൻ എനിക്കിപ്പോ വയ്യ, പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞപ്പോ ഓക്കെ നിന്ന് പിന്നെ എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 3 ദിവസം സമയം ചോദിച്ചു. 2 ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ ജയ്ക്ക് ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ജയ്ക്ക് ചേട്ടൻ അനുരാജ് ചേട്ടനൊക്കെ കൂടി ഇരുന്ന് ഒരു 3-4 മണിക്കൂർ അവിടെ ഇരുന്ന് കുറേയൊക്കെ അവിടെ തന്നെ എഴുതി ആഡ് ചെയ്ത് അങ്ങനെയാണ് ആ പാട്ട് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്, പാട്ടാണ്. അതില് വേടന്റെ ഫേവറേറ്റ് പോർഷൻ ഏതായിരിക്കും? വനമകളൊരു തീ നിന്റെ മാറു തുളഞ്ഞല്ലോ, മലയും തകർന്ന് പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഉരുവെടുക്കും അരുവിരണ നിറഞ്ഞ് അറുകമ്പു കരിഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര് അത് കാണാൻ കൊതിച്ചോരെല്ലാം മാര്, ഇന്ന് ചത്ത് നീതിക്കൊപ്പം നേര്, കുരുതിക്ക് കൂട്ട് നിന്നവര് ആര്, മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയേ, മരക്കിളയെ വനക്കിളിയെ മനിതനരമരത്തിൻ മനമില്ലയേ. ഇനി മോണലോവ. നീ ചിരിച്ചാൽ ബീത്തോവനോ, നിന്നെ പെറ്റതേത് മഹാനോ, ഞാൻ നാഗസാക്കി ഹിരോഷിമ, നീ എന്നിൽ വന്ന് വീഴാമോ, എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാം, നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. മോനലോവേ മോഹലാവേ എന്റെ നാളെയേ പ്രേമലീലയേ, മോനലോവയെ മോഹലാവയേ എന്റെ നാളെയേ പ്രേമലീലയേ. വാ, ഈ നോർത്ത് കൊറിയ ലിബിയ എന്തടി എഴുതി വെച്ചേക്കണ വേട. അത് ഞാൻ എന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രേമപ്പാട്ടും കൂടി ആയിരിക്കണം എന്നുള്ളൊരു സാധനമാണ്. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് എഴുതാൻ ശരിക്കും ഗൂസ് ബംസ്. അപ്പൊ എനിക്ക് അതങ്ങനെ എന്താണാവോ ഞാൻ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളത് എന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. അതെവിടുന്ന വന്നേ ഓർക്കുന്നുണ്ട്? എപ്പോഴാണ് എഴുതി വെച്ചത്? അയ്യോ, അത് ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രാസം ഒപ്പിക്കാനുള്ളൊരു കഷ്ടപ്പാടും ഉണ്ടെന്ന് അതിനകത്ത്. ഈ ലിബിയ നിന്റെ തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ അറിയാമെന്നുള്ള ഒരു സാധനം എനിക്ക് ആക്ച്വലി വന്നത് മുഹമ്മദ് ഗദ്ദാഫിയുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ്. അത് ലിബിയനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ഏറ്റവും അവസാനം ലിബിയയിൽ വെച്ചിട്ട് തന്നെ ലിബിയൻ ജനങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്ത ഒരാളാണ്. ഞാൻ നിന്നാൽ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ അങ്ങനെ എനിക്കറിയാവുന്നത് വെച്ചിട്ടൊരു പാട്ട് അത്ര തന്നെ. നീ എന്നിൽ വന്ന് വീഴെന്ന് പറയുന്നത് അത് അണുബോംബായിട്ട് എന്നിൽ വന്ന് വീഴ്, അത് അതൊക്കെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അവർക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത വരികളായി പോയിട്ട്. അത് ഇതിൽ തന്നെയാണ് മോണലോവ എന്ന് പറയാൻ ഒരു അഗ്നിപർവ്വതല്ലേ, നമ്മൾ തപ്പി എന്താണ് മോണലോവ എന്ന് പറഞ്ഞിട്ട് അഗ്നിപർവ്വതത്തിന്റെ പേര് വെച്ച് പാട്ട് തുടങ്ങാം. ഈ പേരൊക്കെ എപ്പോഴും നോട്ട് ചെയ്തത്? ഇത് എവിടെയെങ്കിലും വായിച്ചാണോ? ഹുക്ക് കിട്ടാനാണ് ചില പാട്ടുകളിൽ ബുദ്ധിമുട്ട്, ചില പാട്ടുകൾ ഹുക്ക് നേരത്തെ കിട്ടും. അപ്പൊ എനിക്ക് ഈ പാട്ട് ഓൾറെഡി കുറേ മാസം മുന്നേ എനിക്ക്, അതായത് ലൈക്ക് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ഒരു ലവ് സോങ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ കുറച്ച് എഴുതിയിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് ഇങ്ങനെ വട്ടം വരച്ചിട്ട് എത്തണില്ല, കൂട്ടിമുട്ടണില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പ്രേമൊക്കെ പിന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനുശേഷമാണ് എനിക്ക് എഴുതാനൊരു ഊർജ്ജമൊക്കെ ആയത്. അപ്പൊ കുറെയൊക്കെ പ്രേമം വന്നതിന് ശേഷം എഴുതിയതും കുറെയൊക്കെ മുന്നുണ്ടായിരുന്നത് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ആ പാട്ട് ഇങ്ങനെ എഴുതിയത്. മോണലോവ അറിയായിരുന്നു ഓൾറെഡി? ഇല്ല, മോണലോവ അതിനുശേഷം നമ്മൾ തമ്മിലുള്ള ഡിസ്കഷന്റെ ഇടയിലൊക്കെ വന്നതാണ്. മോണലോവ എന്നിട്ടൊരു അഗ്നിപർവ്വതം ഉണ്ട്, ഇതിപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന സാധനമാണെന്നൊക്കെ പുള്ളിക്കാരിയുടെ ഗേൾഫ്രണ്ടിന്റെ പുള്ളിക്കാരിയാണ് എനിക്ക്. പക്ഷെ ഇത് ആഡ് ചെയ്യണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളിത് എന്തൊക്കെയോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പൊ അങ്ങനെ വന്നതാണ്, ഇത് കൊള്ളാലോ. അപ്പൊ അങ്ങനെ റാൻഡമിലി കിട്ടിയ ഒരു ഐഡിയ ആണ്. അത് തന്നതും പുള്ളിക്കാരി തന്നെയാണ്. പുള്ളിക്കാരി അത് ഇന്റൻഷനലി തന്നല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതിന്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കണേ,
അത് പൊട്ടണ ശബ്ദം വോൾക്കാനിക് അത് ഇങ്ങനെ പൊട്ടിയിട്ട് ഈ ഇറപ്ഷൻ ചെയ്യേണ്ടതിന്റെ ശബ്ദം കേട്ടു നോക്കണം, അത് സാമ്പിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉപകാരമായിരിക്കുന്നു. അങ്ങനെ എന്തോ സാധനത്തിലാണ് പുള്ളിക്കാരി എനിക്ക് അത് അയച്ചു തരുന്നത്. അപ്പോഴാണ് ഈ പേര് ഞാൻ ശ്രദ്ധിക്കുന്നത്, മോണലോവ. അപ്പൊ ഞാൻ ഓക്കെ അത് പിന്നെ കുറച്ച് ദിവസം ഇരുന്നിട്ട് വേടന്റെ ഗേൾഫ്രണ്ട്, വേടന്റെ മോണലോവ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് തന്നെയാണ് വേടന്റെ ഗേൾഫ്രണ്ട് ആണ്. വേടന്റെ ലവ് സ്റ്റോറി പറഞ്ഞു തരാം എനിക്ക്. അയ്യോ എന്റെ ലവ് സ്റ്റോറി അങ്ങനെ പ്രത്യേകിച്ച് വലിയ ലവ് സ്റ്റോറി ഒന്നുമില്ല, ഒരു ദിവസം കണ്ടു ഇഷ്ടപ്പെട്ടു, അത് തന്നെ. കൊണ്ടല്ല പാട്ട്, കൊണ്ടല്ല പാട്ട് എനിക്ക് ഭയങ്കര അല്ലേ. കാരണം എന്താ പറയുക, എനിക്കത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അത് കൊല്ലത്ത് അഞ്ചുതെങ്ങ് നടക്കുന്ന കടൽ മത്സ്യത്തൊഴിലാളികളുടെ നടക്കുന്ന സംഘർഷഭരിതമായ ജീവിതത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ഒരു പാട്ടാണ്. അത് എത്രത്തോളം എനിക്ക് കടൽ ജീവിതം ഒന്നും അറിയൂല എനിക്ക്, അത് എത്രത്തോളം വർക്കാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ഒരുപാട് അഞ്ചുതെങ്ങുള്ള കുറേ അവിടുത്തെ തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് മിണ്ടി അവരുടെ നിന്ന് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ കുറെ വാക്കുകളൊക്കെ അവരെ വാക്കുകൾ മീൻസ് അതിനൊക്കെ ഉള്ളു അവരുടെ വികാരങ്ങളുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം കടലിൽ പോയിട്ട് പിന്നെ അപ്പനെ കാണാനില്ല. അവിടെ മോൻ എന്റെ അടുത്ത് പറയാ അപ്പം കടലിൽ പോയി അപ്പനെ കാണാനില്ല. അപ്പൊ അറിയാം അപ്പം പോയിന്നറിയാം, ഇവന് നാളെ ചെയ്യാൻ പോണെന്ന് ആ പണി തന്നെയാ. മനസ്സിലായോ? ആ വികാരമൊക്കെ എനിക്ക് അത് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിനകത്ത്. പിന്നെ അതിനകത്തൊരു സാധനം ഉണ്ടല്ലോ, ബോഡി കിട്ടില്ല. അപ്പോ പള്ളികളില് കല്ലറക്കകത്ത് ബോഡി ഉണ്ടാവില്ല, പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം അണയുമോ ഉറപ്പില്ലല്ലോ, കടലെല്ലാം തന്നാലും ചിലവല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിനപ്പാണല്ലോ. ആ സാധനം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. ആൾക്കാരത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. അവിടെയുള്ള ആൾക്കാർക്ക് അഞ്ചുതെങ്ങുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണത്. പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ ബോഡി കിട്ടില്ല ചേട്ടാ. അപ്പൊ അവര് അടക്കി എന്നിങ്ങോട്ട് വിശ്വസിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് ഭയങ്കര അപകടം പിടിച്ച ഭയങ്കര മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എത്ര കാലം എടുത്തു ആ പാട്ട് എഴുതാൻ? ആ പാട്ട് എഴുതാൻ ഒരാഴ്ചയൊക്കെ വേണ്ടി വന്നു. സാം CS പുള്ളിക്കാരന്റെ മാജിക് ആണ് ആ പാട്ടെന്ന് ഞാൻ വിശ്വസിക്കണേ. കടലമ്മ കേൾക്കാനാണ് ഫാമിലി ഒഴുകി എത്തുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അതിനകത്ത് അങ്ങനത്തെ ഒരു പെയിനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, സാധാരണക്കാരന് അത് മനസ്സിലാവണ കൊണ്ടായിരിക്കും. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഉപ്പുകാറ്റിൽ മീനും മണക്കും, നടുക്കടലിൽ കൊണ്ടൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. അതും ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാണ് തോന്നുന്നത്. അത് ഞാൻ കൊണ്ടൽ എന്ന് പറഞ്ഞ ഒരു കാറ്റാണ് കടലിലെ. ആ പടത്തിന്റെ പേരും കൊണ്ടൽ എന്നാണ്. അത് കടലില് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അപകടം പിടിച്ചൊരു കാറ്റ് അതാണ് അത്ര. അത് 4 സൈഡിൽ നിന്നും വീശിയിട്ട് കപ്പിത്താന്റെ കയ്യിൽ നിന്ന് ശ്രാങ്കിന്റെ കയ്യിൽ നിന്ന് കൺട്രോള് പോകുന്ന കടല് എടുത്തടിക്കും അത്ര വെള്ളത്തില്. അപ്പൊ അത്രയും ഡേഞ്ചറാണ്. പിന്നെ ഈ കപ്പലിൽ തന്നെ വീഴണ ആൾക്കാരുണ്ടല്ലോ, കയ്യും കാലം കുടിയാനൊക്കെ സാധ്യത. കപ്പല് എപ്പോഴും തണുത്ത് ലൈക്ക് വിറങ്ങലിച്ചിട്ടാണ് കിടക്കുക. ഭയങ്കര അപകടം പിടിച്ച ഒരു ലൈഫാണെന്ന്. അത് ഞാൻ ഒരു 3.5-4 മണിക്കൂർ കടലിൽ ഒരു മീൻ വെള്ളത്തിലാണ് ഇതിന്റെ ഷൂട്ട് നടത്തിണ്ടായിരുന്നത്. ആ പടം ആന്റണി വർഗീസ് പെപ്പെ ഒക്കെ ഉണ്ടല്ലോ 90 ദിവസം അങ്ങോട്ട് കടലിന്റെ നടുവിൽ അങ്ങോട്ട് ചെയ്ത് ഷൂട്ട് ഉണ്ടായിരുന്നത്രേ. അത് 10-100 അടി ുള്ള വലിയ കപ്പലിനകത്ത് അത് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പോയത് കുഞ്ഞൊരു കപ്പലിനകത്ത്. പോയി ഞാൻ ഷൂട്ടിന് അതിലെ കുറച്ച് സീൻസ് ഒക്കെ കടലിലെ നടുവിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് അഞ്ചുതെങ്ങിൽ തന്നെ. ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. നമ്മൾ ഇമാജിൻ ചെയ്യണ പണിയേ അല്ല അത്. ഈ റിഗിലെ വീഡിയോ ഒക്കെ നമ്മൾ കാണാറില്ലേ, റിഗില് വലിയ ചെയിൻ ഇട്ട് വരിച്ച് കമ്പിയൊക്കെ ഉള്ളിൽ കിട്ടണം. ഏകദേശം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. കടലിൽ പോലെ ഭയങ്കര ധൈര്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. നമ്മളെ കൊണ്ട് നടക്കില്ല. പിന്നെ ഞാനൊക്കെ കടൽ ചുരുക്കം അടിച്ചിട്ട് തളർന്നു പോയെന്നേ. തളർന്നു പോയി. ഞാൻ മനസ്സിലായി എന്ത് കടല് എന്നൊക്കെ തോന്നും നമുക്ക്. വെറുതെ തോന്നാണ്. കടൽ ചുരുക്കം അടിച്ച് വയ്യാണ്ടായി പോകും. ഞാൻ ദുബായിലൊക്കെ പോയിട്ട് മറ്റേ ദുബായ് ബേയിലൊക്കെ യാച്ചിന്റെ മുകളിൽ നിന്നൊക്കെ ഞാൻ കടലിലേക്ക് എടുത്ത് ചാടിയിട്ടുള്ള അങ്ങനത്തെ ഷോയൊക്കെ കാണിക്കുന്നതാണ് ഞാൻ. വയ്യാണ്ടായി പോയി എനിക്ക്. അത്രയും ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇന്ത്യൻ കടല്. ദുബായി പോയി നമ്മൾ ഇടയ്ക്ക് പോകുമ്പോഴേ നമുക്ക് സുഹൃത്തുക്കളുണ്ട് യാച്ചൊക്കെയുള്ള. അപ്പൊ അവരുടെ കൂടെ വെറുതെ കറങ്ങാനൊക്കെ പോകും. ഇത് വേറെ കളിയാ കടലിൽ പോകുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ പാട്ടില്. തീർച്ചയായിട്ടും അതിന്റെ ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാരാരിക്കുളത്താണെന്നോ
മാരാരിക്കുളത്ത് ഒരമ്മ, അതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരമ്മ വന്നിട്ട് മോനെ കടലിലെ മക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം മോനെന്ന് പറഞ്ഞിട്ട്. അന്ന് ആ പാട്ട് ഇറങ്ങിയിട്ട് ഒരാഴ്ച അങ്ങോട്ട് ആയിട്ടുള്ള പുള്ളിക്കാരിക്ക് അറിയില്ല ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പൊ അറിയായിരിക്കും അങ്ങനെ ഒരു പാട്ടുള്ള കാര്യം. ഉറപ്പായിട്ട് വേടന്റെ ചില വാക്കുകളുണ്ട്, അത് നമ്മുടെ ഡിക്ഷണറി കയറി തന്നെ പറയാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായ അല്ലെ, നമ്മള് സംസാരത്തിലും പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ വാക്ക് എവിടെ നിന്നാ വന്നത്? ഞാൻ കുറെ തമിഴിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഇത് മറ്റേ ഡീകോഡിങ് വേടനാണ്. വാ എന്ന് പറഞ്ഞ പാട്ടിനകത്താണ് ഞാൻ അത് 2 പ്രാവശ്യം ഉപയോഗിച്ചാണ് എന്ന് തോന്നണേ. പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, പാതകൾ തെളിച്ച് നീതി തേടി കാറ്റ് പോലെയോടി, ഭീതികൾ എരിച്ച് കെട ജ്യോതിയായി പടർന്ന് കയറി. അതിനകത്ത് പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി, അത്ര തന്നെ. അത് ഞാനൊരു AR റഹ്മാന്റെ ഒരു പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചാണ്. ആണ് കോപ്പി അടിച്ച പാട്ട് ഏതാണ്? അതേതാണെന്ന് അറിയോ? ഉയരേ പാട്ടില് ഉയരേ, അതിനകത്ത് ഫീമെയിൽ വേർഷനിൽ ഇങ്ങനെ ഒരു നാൻ കരുംപാറൈ പല താണ്ടി വേറാക വന്നേൻ കണ്ണാളൻ മുഖം പാർക്കവേ. അവസാനാണ് ഞാൻ പാറകൾ തുളച്ച് നീര് തേടി വേര് പോലെയോടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മലയാളത്തിലേക്ക് റാപ്പാക്കി ആണ്. അതിനകത്ത് തന്നെ വേറൊരു സാധനമുണ്ട്, വേട്ടയാട് വിളയാട് എന്ന് പറഞ്ഞിട്ട് പടത്തിനകത്ത് ഡാനിയൽ ബാലാജി ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട്. ഇവര് 2 സൈക്കോ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഇവര് ഒരു ക്രൈം ചെയ്തിട്ട് ഇങ്ങനെ എസ്കേപ്പ് അടിച്ച് നടക്കുക. അപ്പൊ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു സീനുണ്ട്. അതിനകത്ത് ഡാനിയൽ ബാലാജി സുഹൃത്തിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വിഴുന്ത എരി നക്ഷത്ര മാതാ വീഴണോ ഇളമറൻ, അടങ്ങണ കാട്ടു തീയാത്ത അടങ്ങണോ, விழுந்து இடத்துக்கு ஒரு 100 வருஷத்துக்கு புல்லு பூண்டு கூட முளைக்க கூடாது, விழுந்தா എരി നക്ഷത്രമാത്താ വീഴണം. ആ സാധനമാണ് വീണാൽ എരി നക്ഷത്രമായി വീണിടാം, അടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം എന്ന് പറഞ്ഞതാണ്. അത് കോപ്പി അടിച്ചെന്ന് വേണമെങ്കിൽ കോപ്പി അടിച്ചെന്ന് പറയാം. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഡയലോഗ് അത് പാട്ടാക്കിയതാണ് ചെയ്തത്. അപ്പൊ ഈ 2 സാധനങ്ങൾ ഞാൻ എടുത്താക്കണത് ഇങ്ങനെ സിനിമയിൽ നിന്ന് കിട്ടിയേക്കണ സാധനമാണ്. അത് എന്റെ ഒരു സ്റ്റൈലില് വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എപ്പ എവിടുന്ന് എങ്ങനെ എന്ത് വായിച്ചപ്പോ എന്ത് മനസ്സിലായി? അതെന്തോ വായിച്ചു കിട്ടി തന്നെയായിരിക്കും എനിക്ക്, അത് എനിക്ക് ഉറപ്പുണ്ട്. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ, അതിനകത്ത് ആ ഫസ്റ്റത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇങ്ങനെ പറയാവേ. കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ അപ്പൊ കയ്യിൽ നിന്നിട്ടതാണ്. അതെങ്ങനെയോ എന്റെ ഉള്ളിലെ കവി അങ്ങനെയാണ് എഴുതാൻ എന്നെ കൊണ്ട് അനുവദിച്ചത്. വേടനൊരു കവിയും കൂടിയാണല്ലേ അങ്ങനെ നോക്കുമ്പോ? അതെ, ചെറുതായിട്ട്. സമുറായി എന്ന് പറഞ്ഞൊരു പടമുണ്ട് വിക്രമിന്റെ, ഒരു പഴയ പടം. അതിനകത്ത് ആകായ സൂര്യനെ ഒറ്റை ജടയിൽ കട്ടിയവൾ, നിൻറാടും വെൺമീനെ നെറ്റിത്തുള്ളിൽ മുട്ടിയവൾ. അതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആകാശത്തെ സൂര്യനെ ഒറ്റ ജട കൊണ്ട് കെട്ടിയിട്ടവൾ, നിൻറാടും വെൺമീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലിനെ നെറ്റിച്ചുട്ടിയിൽ മുട്ടിയവൾ. ഇടിമിന്നലിനെ എടുത്തിട്ട് അവൾ നെറ്റിച്ചുട്ടിയായിട്ട് വെച്ചു. അത് ആ ഒരു പ്രേമമുണ്ട് എനിക്ക്. അങ്ങനെ ഒരു പ്രേമം എഴുതണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. മൊണലോവ. പിന്നെ മൊണലോവ എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ഒരുപാട് പുറത്തുള്ള വൈദേശികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ട് അത് നമ്മുടെ കൾച്ചറിനകത്തേക്ക് കൊണ്ടുവന്ന് എഴുതുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ഞാൻ കുറെ ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും. എവറിത്തിങ് ഇസ് എ കോപ്പി ഓഫ് എ കോപ്പി. ഒരു സാധനം കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അത് എന്റെ രീതിയിലേക്ക് ആക്കിയിട്ട് എനിക്ക് ഓൾറെഡി ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. എനിക്ക് അതിനകത്തേക്ക് എനിക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റണം നല്ലോണം എന്നുള്ളത് അങ്ങനെ കുറെയൊക്കെ റിഫൈൻ ചെയ്ത് എടുക്കണതാണ് ട്രാക്കുകൾ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, ആ വരി കിട്ടിയത് ഓർക്കണ്ട. നമുക്ക് സാം സിയസ് ആണ് അതിന്റെ മ്യൂസിക്. സാം ചേട്ടനാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു ഈണത്തിലൊന്ന് ചെയ്ത് നോക്കുന്നത്. ആളിങ്ങനെ വായത്തോണ്ട് ഇങ്ങനെ വായ്ത്താരിങ്ങനെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ സാധനം കിട്ടിയത്. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്. അപ്പൊ അങ്ങനെയാണ് ആ പാട്ട്. കുറച്ച് സമയം എടുത്തു, എന്നാലും മോശമില്ലാത്തൊരു പാട്ടാണെന്ന് വിചാരിക്കണേ. ഉഗ്രം പാട്ടാ. നമുക്ക് അതിന്റെ മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അയാള്. വരണുള്ളൂ, സാം ചേട്ടന്റെ സമയമായിട്ടില്ല. ഇപ്പൊ വേടൻ എന്തൊക്കെയാ കേൾക്കാറ് മ്യൂസിക് എന്ന് പറയുമ്പോ? സ്വന്തം പാട്ട് കേൾക്കോ? ഞാൻ സ്വന്തം പാട്ട് കേൾക്കാറേ ഇല്ല. അല്ല, അത് കുറെ ആർട്ടിസ്റ്റുകൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. നമുക്ക് എന്താ ഫീല്? ക്രിഞ്ച് ഫീൽ ചെയ്യോ ഞാൻ തന്നെ പാടിയെന്ന് പറയുമ്പോ? എനിക്ക് ചില പാട്ടുകൾ ഞാൻ വീണ്ടും എടുത്ത് കേൾക്കാറുണ്ട്. ഞാൻ സോഷ്യൽ ക്രിമിനൽ ഇടയ്ക്കെടുത്ത് കേൾക്കും. അപ്പൊ ഇടയ്ക്കെടുത്ത് കേൾക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഇച്ചിരി ബെറ്റർ ആകാറുന്നു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാൻ സ്വന്തം പാട്ട് കേൾക്കാറില്ല. ഞാൻ പുതിയ പിള്ളേരുടെ പാട്ടുകളൊക്കെ ഞാൻ തേടി കേൾക്കും. ആരെങ്കിലും ആർട്ടിസ്റ്റുകൾ, കാരണം അവരിൽ നിന്നാണല്ലോ കുറെ
പഠിക്കാനുള്ളത്. ഇപ്പോൾ ലിൽപ്പൈനൊക്കെ ഞാൻ എപ്പോഴും കേൾക്കുന്ന ആർട്ടിസ്റ്റാ. ഞാൻ രാത്രി ചിലപ്പോൾ ഇവന്റെ പാട്ടൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ഫോണൊക്കെ വിളിച്ച് കളഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റ് ഗബ്രീനെ കേൾക്കും, സ്റ്റിക്ക്, അതേമാതിരി MHRന്റെ കുറെ പരിപാടികൾ എനിക്ക് ഇഷ്ടമാണ്. ഭയങ്കരനാണ് അവൻ. മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ കുറച്ച് ഇൻഡിപെൻഡന്റ് ട്രാക്കുകളൊക്കെ കേൾക്കാറുണ്ട്. കൊളാബ് വരുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട്? ഭാവിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്. കറുപ്പ് റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരു കൊളാബ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഉടനെ തന്നെ ഉണ്ടാവും. എല്ലാവരും ലൈക്ക് സൗത്തിലുള്ള ഭാഷാഭേദമന്യേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സൗത്തിലുള്ള ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുവന്നൊരു ട്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇവർ അടിത്തട്ട് സൈഫർ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു സാധനം ചെയ്തിരുന്നു കുറേ ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും. ഇപ്പോൾ ഫെജോ, ഹനുമാൻ കൈൻഡ്, അതേമാതിരി തിരുമാലി, അവരൊക്കെ MC കൂപ്പർ ഒക്കെ കൂടി ചെയ്തൊരു പാട്ടില്ലേ, എന്തായിരുന്നു? സാമ്പാറല്ല, സാമ്പാറിന് മുന്നേ ഒരു പാട്ട് വന്നിരുന്നു, കൃത്യമായിട്ട് ഓർമ്മിച്ചു. മറ്റേ തിരുമാലി ഇടീനെ പറ്റി ഒരു മറ്റേ ഇറച്ചിക്കടയിൽ നിന്നിട്ട്. അതേമാതിരി സാമ്പാറും അങ്ങനത്തെ ഒരു സാധനം. ഇവര് 3 പേരും പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. സാമ്പാർ ഉണ്ടാക്കിയ എഫക്റ്റ് കണ്ടില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്നുണ്ട് എനിക്ക്. കുറെ എല്ലാ ആർട്ടിസ്റ്റുകളും കൊണ്ടുവന്ന് ഒരുമിച്ച് ഭാഷ, അതായത് ഭാഷ ഭേദമന്യേ തമിഴ്നാട്ടിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളും. തമിഴ്നാട്ടിൽ ഇപ്പൊ നല്ല നല്ല ഹിപ്പ് വേറെ ഒരു സ്റ്റൈലിലേക്ക് വളർന്നു തുടങ്ങി തമിഴ്നാട്ടില്. സിനിമ എടുത്ത ഒരു സിനിമയില് ടൈറ്റിൽ ട്രാക്കും ഹിപ്പ് ഹോപ്പ് ഉണ്ടാവും, ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു വിജയമാണ്. പിന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ നായകന് കിട്ടുന്നതിനേക്കാളും ഉള്ളൊരു ഫെയിം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രിന്ന് ലോകത്തെല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. മൈക്കിൾ ജാക്സനൊക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ പിന്നെ ഭയങ്കര ഉദാഹരണമാണ്. ഒരു സിനിമ സ്റ്റാറിന് അത്രയും ഫെയിം കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം തരാനുള്ള ഒരു കഴിവ് സംഗീതത്തിനുണ്ട്. ഇവരായിട്ടുള്ള റാപ്പ് എങ്ങനെയാണ്, റാപ്പേഴ്സായിട്ടുള്ള റാപ്പ് എങ്ങനെയാണെന്ന് പറയണം. ഡാപ്സി മ്യൂസിക്കലി സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളർന്നുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് എനിക്കറിയാം ഡാപ്സിനെ. ചങ്ങരംകുളത്താണ് ഡാപ്സിയുടെ വീട്. അപ്പൊ എന്റെ വീട് മുളകുന്താവില്ല. അപ്പൊ അവൻ വീട്ടിലേക്ക് പോകുമ്പോ പണ്ടെന്ന് പറഞ്ഞാൽ ബസ്സൊക്കെ പിടിച്ചിട്ട് വേണം അവൻ എറണാകുളത്തേക്ക് വരിക. അപ്പൊ അവൻ കൊഞ്ച റോട്ടിൽ എന്റെ വീടിന്റെ അവിടെ ഇറങ്ങും. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരും, വീട്ടിലിരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. ഇപ്പോഴും അതേ കമ്പനി തന്നെയാണ്. ബേബി അതിന് ശേഷം ആണ്, നമ്മൾ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് ബേബീനെ കാണുന്നത്. ഫെജോനൊക്കെ എനിക്ക് ഭയങ്കര ആരാധനയുള്ള ഒരാളാണ്. ഫെജോനൊക്കെ ആദ്യം ഞാൻ ഫെജോനെ നേരിട്ട് കാണുന്നത് ഡയറക്ടർ ആഷിഖ്, പുള്ളിക്കാരൻ ഒക്കെ പറ ഫെസ്റ്റിവൽ നടത്തി. പറയില് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫെജോനെ, കുറെ ആർട്ടിസ്റ്റുകള്, ഫെജോ, മർത്യൻ, നീരജ് മാധവ്, അവരെയൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. ഞാൻ ഡാബ്സിനെ നോട്ട് ചെയ്യുന്നത് പറയലാണ്. ആ സമയത്ത് അവൻ മർത്യൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആൽബം ഒക്കെ ചെയ്തിട്ട് ഇറക്കുന്ന സമയം. അന്ന് അവര് ഫുൾ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു മനുഷ്യര്. ആ ഒരു സമയത്താണ് ഞാൻ MHR, സിംഹക്കുട്ടി അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളായി നമുക്ക്. വിരലെണ്ണ അതിന് മേളിൽ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ചാൻസുകളും സാധ്യതകളും ഉണ്ടെന്ന് സിനിമയിലൊക്കെ. അപ്പോൾ കൂപ്പറൊക്കെ 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി. MC കൂപ്പർ വേറെ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. വേറൊരു സ്റ്റൈൽ ഓഫ് എഴുത്താണ് MC കൂപ്പറിന്റെ. സ്പീഡാണല്ലേ? ഭയങ്കര സ്പീഡ്. അവനെ പോലെ എഴുതാൻ പറ്റില്ല. കറക്റ്റ് ഒരു സൗത്ത് മലയാളം ഉണ്ടല്ലോ, അറ്റത്തേക്ക് പോണ. അപ്പൊ നീണ്ടകര കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയില്ലേ, നീണ്ടകര പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരിയാണ് അവന്റെ എഴുത്ത്. നീണ്ടകര പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ എഴുത്ത് വേറെ പിടിച്ചാൽ കിട്ടില്ല. അതെ. നിങ്ങൾ തമ്മിൽ റിലേഷൻ എങ്ങനെയാ? റാപ്പേഴ്സ് മ്യൂസിക്കലി വിളിച്ച് സംസാരിക്കുക, കൊളാബ് അങ്ങനെ ഉണ്ട്? ഓളത്തിന് എല്ലാവരും വരുന്നുണ്ടോ? ഓളത്തിന് എല്ലാവരും മറ്റേ അവൈലബിൾ ആയിരിക്കുമെന്ന് അറിയില്ല. ഡാപ്സിയൊക്കെ ആ സമയത്ത് തിരക്കിലായിരിക്കാനാണ് സാധ്യത. ബേബിയും സിനിമയുടെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കും, ഒന്ന് വരണം. ബേബി സിനിമയിലായിരിക്കും, ബേബി നടനായി പോയി. അപ്പോ എല്ലാവരും ക്ഷണിക്കും എന്തായാലും. അപ്പൊ എല്ലാവരും വരണം, പരിപാടി ഉഷാറാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. ഇന്റർനാഷണൽ ഷോസ് കിട്ടാൻ തുടങ്ങി ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന് കേരളത്തിൽ അല്ലേ? എവിടെയൊക്കെ പോയി? കുറച്ച് രാജ്യം പോയി. GCC കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ അവിടെയാണല്ലോ. പിന്നെ ഞാൻ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്കോട്ട്ലാൻഡ് പോയി. അങ്ങനെ കുറച്ചധികം രാജ്യങ്ങൾ ഞാൻ കറങ്ങി. UK പോയി. ഇന്റർനാഷണൽ ഷോസ് കാരണമല്ലോ ഈ വിദ്യാർത്ഥികള് ഒരുപാട് പേര് പുറത്ത് പോയി പഠിക്കുന്നവരുണ്ടല്ലോ, അവർ അറേഞ്ച് ചെയ്യല്ലേ. കുഞ്ഞു ഷോസ് ആയിരിക്കും, ചെറിയ പബ്ബിലൊക്കെ നടക്കുന്നത്. പക്ഷെ എന്നാലും സന്തോഷമാണ് നമുക്ക്. പിന്നെ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ട്, നമ്മുടെ ഭാഷ കേൾക്കുകയും. പിന്നെ സ്കൂൾ പിള്ളേർ, അവിടുത്തെ കോളേജ് പിള്ളേർ അവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഷോ ആയിരിക്കും. കാരണം അവർക്ക് അവിടെ വേറെ എന്റർടൈൻമെന്റ്സ് ഇല്ല.
അപ്പൊ അങ്ങനത്തെ ഷോയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓസ്ട്രേലിയ ഷോയൊക്കെ അടിപൊളിയാണ്. ഇനിയിപ്പോ എന്താണ് അടുത്ത ഒരു 6 മാസം നോക്കുകയാണെങ്കിൽ പരിപാടികൾ ഉണ്ട്. ഇന്റർനാഷണൽ ഷോസ് ഉണ്ട് കുറച്ച്. ഇപ്പൊ 2-3 പടം വന്നിരിക്കുന്നുണ്ട്, അത് ചെയ്യണം. ഇന്റർനാഷണൽ ഷോസ് ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡന്റ് ട്രാക്കുകളുണ്ട്. പാട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധനം. പൊളിക്കാം. അപ്പോൾ വേടൻ്റെ പാട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ എന്തൊക്കെ വാക്കുകളാണ് വേഴ്സസ് ആണ് വരാൻ പോണേ, നമുക്ക് തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പടത്തിൽ വേടൻ്റെ പാട്ട് വന്നാൽ വേറൊരു ലെവൽ എലിവേഷനാണ് പടത്തിന്. ഒരു പോക്കട് പോകും പടവും പാട്ടുമൊക്കെ. അപ്പോൾ അതേപോലെ പോട്ടെ, വേടൻ്റെ പാട്ടുകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. കണ്ണിന് സുഖമില്ല, എന്നിട്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു. താങ്ക് യു സോ മച്ച് വേട, ഒരുപാട് സന്തോഷം പാടി തന്ന്. താങ്ക് യു.